ആളുകൾ, അവരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇഹലോകത്ത് എല്ലാ തരത്തിലും സൗഖ്യമൊക്കെ നൽകി. എന്നിട്ട് ധിക്കാരം കാണിച്ച് നരകത്തിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ ആ മനുഷ്യന്മാരോട് അള്ളാഹു ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുകയാ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഭക്ഷണം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ. അതുപോലെ വകുന്നാ നഖൂദു മഅൽ ഖാഇലീൻ, ഞങ്ങൾ തോന്നിവാസങ്ങളിൽ, തെമ്മാടിത്തരങ്ങളിൽ അതിൽ മുഴുകുകയും വ്യാപിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പ്രതിഫല നാളിനെ, വരാനിരിക്കുന്ന പരലോക ജീവിതത്തെ നിഷേധിച്ച് തള്ളിവരുമായ ആളുകളാണ് ഞങ്ങൾ. ഹത്താ അതാനൽ യഖീൻ, അങ്ങനെയാണ് ആ ഉറപ്പായ മരണം ഞങ്ങളിലേക്ക് വന്നെത്തിയത്. ആ മരണം ഞങ്ങളിലേക്ക് ഈ തരത്തിലുള്ള നമസ്കാരവുമായി ബന്ധപ്പെടാതെ, അഗതികൾക്ക് ഭക്ഷണം നൽകാതെ, അതുപോലെ തോന്നിവാസങ്ങളിൽ മുഴുകി, അതുപോലെ തന്നെ വരാനിരിക്കുന്ന പരലോകമെന്ന മഹാസത്യത്തെ നിഷേധിച്ച് നടന്നിരുന്ന ആ സമയത്താണ് ഞങ്ങളിലേക്ക് മരണം കടന്നു വന്നത് എന്ന് നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ട മനുഷ്യന്മാര് അവര് പറയുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറയുകയാം, സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ. ഖുർആന്റെ ചോദ്യം, വഴിയെ അവനെ നരകത്തിലിട്ടുകൊണ്ട്, ഞാൻ സക്കറിലിട്ടുകൊണ്ട്, ആ ആളിക്കത്തുന്ന നരകത്തിലിട്ടുകൊണ്ട് ഞാൻ അവനെ കത്തിച്ചു കളയും. കത്തിക്കുമ്പോ വമാ അദ്റാക മാ സഖർ, സഖർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ, ഒന്നും ബാക്കി വെക്കാത്ത രീതിയിലുള്ള ഒരു നരകമാണത്. ലൗവാഹത്തുൽ ബശർ, തൊലി അങ്ങോട്ട് മുഴുവനും രൂപം മാറ്റിക്കളയുന്ന. അലൈഹാ തിസ്അത അശർ, അതോടൊപ്പം തന്നെ 19 പേര് അതിന്റെ മേൽനോട്ടം വഹിക്കാൻ പോലുമുണ്ട്. തൊലി മുഴുവനും മാറ്റി വീണ്ടും അത് തൊലി കൊടുക്കുന്നു, വീണ്ടും തൊലി കളയുന്നു, വീണ്ടും കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിൽ മനുഷ്യനെ മുഴുവനും ബാക്കി വെക്കാത്ത രീതിയിൽ കരിച്ചു കളയുന്ന നരകമാണ് സഖർ എന്ന് പറയുന്ന നരകം എന്നത്. കല്ലാല യൻബദന്ന ഫിൽ ഹുതമ, നിസംശയം ഹുതമ എന്നതിൽ ഞാൻ അവനെ എറിയും, ഹുതമയിൽ ഞാൻ എറിയും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? നാറുല്ലാഹിൽ മൂഖദ, അത് ജ്വലിക്കുന്ന, കത്തിപ്പടരുന്ന, വളരെയധികം തീജ്വാലകളും അതുപോലെ തന്നെ തീജ്വാല കത്തിപ്പിടിച്ചുകൊണ്ട് ഭയാനകത സൃഷ്ടിക്കുന്നതുമായ ഒരു നരകമാണ്. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ, അല്ലാഹു അതിനെ ജ്വലിപ്പിക്കുന്ന ഒരു അഗ്നിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ തരത്തിൽ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു നരകം അതൊക്കെയാണ്. അത് മാത്രമല്ല, ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ മനുഷ്യന്റെ കുടൽമാലകൾ പോലും പുറത്തേക്ക് വരും. എങ്ങനെ? യുജാഉ ബിർറജുലി യൗമൽ ഖിയാമത്തി ഫയുൽഖാ ഫിന്നാർ ഫതൻതലികു അക്താബുഹു ഫിന്നാർ. എന്നിട്ട് റസൂൽ പറഞ്ഞത്, കമാ യദൂറുൽ ഹിമാറു ബിരിഹാ, മനുഷ്യനെ നരകത്തിലേക്കാണ് എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കുടൽമാലങ്ങ് തെറിച്ചു വീഴും. എന്നിട്ട് റസൂൽ പറയാണ്, ഒരു ആട്ടുകല്ലിന്റെ ചുറ്റും ഒരു കഴുത ഇങ്ങനെ ധാന്യപ്പൊടിയുമായി കറങ്ങുന്നത് പോലെ അവന്റെ കുടൽമാലയും വലിച്ചുകൊണ്ട് നരകത്തിൽ അവരിങ്ങനെ ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ഏറ്റവും അധികം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് അവന്റെ കുടലിനൊക്കെ സംരക്ഷിച്ചിരുന്നു. ആ കുടൽമാല പുറത്തേക്ക് വന്ന് ഒരു ആട്ടുകല്ലിന്റെ ചുറ്റും ഒരു കഴുത കറങ്ങുന്നത് പോലെ വിഡ്ഢിയായ മനുഷ്യൻ നരകത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കാൻ അവന്റെ കുടൽമാലയും വലിച്ചിഴച്ചുകൊണ്ട് ദയനീയമായ അവസ്ഥ. എന്താണ് ഇത്രമാത്രം നരകത്തെ? വീണ്ടും പറയാണ്, അവൻ ഏറ്റവും അധികം നല്ല തിളക്കമുള്ള മുഖമാക്കി കൊണ്ട് നടന്നിരുന്ന അവന്റെ മുഖം, ആ മുഖത്തെ അള്ളാഹു കരിച്ചു കളയുകയാണ്. അവന് ഏറ്റവും അധികം ഇഷ്ടമായിരുന്നു അവന്റെ മുഖത്തെ, ഏറ്റവും നല്ല വില കൂടിയ കാര്യങ്ങളൊക്കെ തേച്ച് മിനുക്കി ഭംഗിയിൽ അവൻ കൊണ്ടു നടന്ന അവന്റെ മുഖം. ആ മുഖത്തിന്റെ അവസ്ഥ എന്താ? വമാ ജാഅ ബിസയ്യത്തിൻ ഫകുബ്ബിത വുജൂഹു ഫിന്നാർ ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, ആര് തിന്മയും കൊണ്ടുവന്നുവോ അവൻ നരകത്തിൽ മുഖം കുത്തി വീഴും, നരകത്തിൽ മുഖം കുത്തി വീഴും. നരകത്തില് വിചാരണയുടെ സമയത്ത് അള്ളാഹു 3 വിഭാഗം കക്ഷികളെ പ്രത്യേകം വിചാരണ ചെയ്യും. ആ 3 വിഭാഗത്തോടും അവർക്ക് നൽകിയ സമ്പത്തിനെ കുറിച്ച്, ധൈര്യത്തെക്കുറിച്ച്, പാണ്ഡിത്യത്തെക്കുറിച്ച് 3 ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞ് അവര് സമ്മതിക്കും. ആദ്യം അവർ നിഷേധിക്കും. അവർ പറയും, എന്ത്? ഞങ്ങൾ നല്ല മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിലാണത് ചെലവഴിച്ചത്. നീ നൽകിയ സമ്പത്തും നീ നൽകിയ ആരോഗ്യവും അതുപോലെ തന്നെ നീ നൽകിയ പാണ്ഡിത്യവും
നന്മയുടെ മാർഗത്തിലാണ്. അള്ളാഹ് പറയും, കളവാ നീ പറയുന്നത്. ഇവനെ വലിച്ചിഴച്ചുകൊണ്ട്, മുഖം നിലത്ത് വലിച്ചിഴച്ചുകൊണ്ട് ഏറ്റവും മോശമായ അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുമെന്നതാണ്. മുഖം, മനുഷ്യൻ ഒരാളുടെ മുമ്പിലും മുഖം കുരിക്കാൻ ആഗ്രഹിക്കില്ല, ഒരാളുടെ മുമ്പിലും താഴെ മുഖം വെച്ചുകൊണ്ട് നിൽക്കാൻ ആഗ്രഹിക്കില്ല. റബ്ബിന്റെ മുമ്പിലല്ലാതെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ തന്റെ മുഖത്തേക്ക് ഒരു അടി കിട്ടിയാൽ പോലും മനുഷ്യന്റെ അഭിമാനത്തിന് വലിയ വേദന ഉളവാവുകയാം. അങ്ങനെയൊക്കെ സംരക്ഷിക്കുന്ന ആ മുഖത്തിന്റെ അവസ്ഥയാണ് നരകാഗ്നി അവരുടെ മുഖത്തെ കരിച്ചു കളയും. അതുമാത്രമല്ല, അവരതിൽ ഏറ്റവും പല്ലിളിച്ചവരായിക്കൊണ്ട്, നിന്ദ്യരായിട്ട് പല്ലിളിച്ചവരായ അവസ്ഥയിലായിരിക്കും ആ മനുഷ്യന്മാർ എന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നത്, യൗമ തുഖല്ലിബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ് വതഅന റസൂൽ. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ നരകത്തിലേക്ക് കീഴ്മേൽ മറിപ്പിക്കപ്പെടുകയും മുഖം നിലത്ത് കുത്തുകയും ചെയ്ത അവസ്ഥയിൽ അവർ പറയുകയാം, അല്ലാഹുവിനെയും റസൂൽ ഞങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ആ ശരീരത്തെ, സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ കുടുംബത്തിന്റെ, തന്റെ ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയും, അതോടൊപ്പം തന്നെ സഹോദരിയും സഹോദരനും, തനിക്ക് പ്രിയപ്പെട്ടവരും ഇഷ്ടവാചനങ്ങളും സ്നേഹവാചനങ്ങളും നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് മനുഷ്യന് ഇഷ്ടമില്ല. അവർക്ക് നരകത്തിലേക്ക് പോകുന്നത് നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. കല്ലുകൾ കത്തിക്കപ്പെടുന്ന, മനുഷ്യർ കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും കാത്തു സൂക്ഷിക്കുക, കാത്തു രക്ഷിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില വിഭാഗം ആളുകൾ അവരുടെ വിചാരണയുടെ നിമിഷങ്ങൾ തന്നെ അവരിങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം പരാജയപ്പെടുന്നത് അവരുടെ വിചാരണ നിമിഷത്തിൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ കാര്യം മോശമായ അവസ്ഥ. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ സന്തോഷത്തോടെ ആഹ്ലാദഭരിതരായി ഞങ്ങളുടെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, ഞങ്ങളുടെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്നവർ പറയും. ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ നിന്ദ്യനായ അവസ്ഥയിൽ, ഏറ്റവും മോശമായ അവസ്ഥയിൽ, അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ അവൻ പേടിച്ചുകൊണ്ടായിരിക്കും. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവന് എല്ലാവരോടും പറയാനുള്ളത് എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്നതാണ്. ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യൻ ഇടതുപക്ഷക്കാരായ വിഭാഗമാണ്. എന്താണ് ഇടതുപക്ഷക്കാരായ ആളുകളുടെ അവസ്ഥ? ഫീ സമൂമിൻ വഹമീം, ചുട്ടുതിളക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഊഷ്ണക്കാറ്റും അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും ചുട്ടുതിളക്കുന്ന വെള്ളവും അതുപോലെ തന്നെ തണുപ്പോ സുഖദായകമോ ഒന്നുമല്ലാത്ത അന്തരീക്ഷവും അവസ്ഥയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യം